ബാരാപോളിൽ ഗർത്തം ഉണ്ടായ ഭാഗത്ത് താൽക്കാലിക റിപ്പയർ നടത്തുകയും വൈദ്യുതി ഉൽപാദനം ആരംഭിക്കുന്ന മുറയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി പരിഹരിക്കുമെന്നും മന്ത്രി സണ്ണി ജോസഫ്. കുടുംബങ്ങൾക്ക് KEB നൽകാനുള്ള വാടക കുടിശ്ശിക തീർത്തു നൽകുമെന്നും മന്ത്രി പറഞ്ഞു. നിങ്ങൾ സാക്ഷി വഹിച്ചതല്ലേ, വേറെ എന്താ പറയാനുള്ളത്? ബാരാപോള് വൈദ്യുതി ഉൽപാദനം ഒരു വർഷത്തിലേറെയായിട്ട് മുടങ്ങിക്കിടക്കുകയാണ്. കനാലിലെ വിള്ളല് കണ്ടു. കഴിഞ്ഞ ഒരു വർഷം മുൻപ് അന്നത്തെ വൈദ്യുതി മന്ത്രിയും ഞാൻ ഉൾപ്പെടെ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥ സംഘവും വന്ന് പരിശോധിച്ചതാണ്. അത് പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ ഒരു മഴക്കാലത്തെ ഉൽപ്പാദനം നടത്താൻ സാധിച്ചില്ല. ഇത്തവണ മഴയത്താണ് ഇത് ഉൽപ്പാദിപ്പിക്കേണ്ടത്. ഇതുവരെയുള്ള പഠനങ്ങളും ചർച്ചകളൊക്കെ നടന്നെങ്കിൽ പോലും തീരുമാനമായില്ല. ഇപ്പം നമ്മൾ ജനപ്രതിനിധികളും നാട്ടുകാരുമായിട്ട് ചർച്ച നടത്തി ആ ഗർത്തമുണ്ടായ സ്ഥലത്ത് താൽക്കാലിക റിപ്പയർ നടത്താനും അതേപോലെ തന്നെ വെള്ളം ഒഴുകി പ്രശ്നം ഉള്ള വീടുകളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനുമാണ് തീരുമാനിച്ചിട്ടുള്ളത്. നേരത്തെ മാറ്റിപ്പാർപ്പിച്ചിരുന്ന ആളുകൾക്ക് വാടക കൊടുത്തിട്ടില്ല, വാടക കുടിശ്ശികയുണ്ട്. ആ വാടക കൊടുക്കാനും കൂടുതൽ ആരെയെങ്കിലും മാറ്റിപ്പാർപ്പിക്കേണ്ടതുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ജനപ്രതിനിധികളുമായിട്ട് ആലോചിച്ച് അവരെ മാറ്റിപ്പാർപ്പിക്കുന്ന നടപടിയിലേക്ക് കടക്കാനും വെള്ളം ഒഴുക്കി വൈദ്യുതി ഉൽപ്പാദനം ആരംഭിക്കുന്ന മുറയ്ക്ക് എന്തെങ്കിലും കൂടുതൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അപ്പോൾ ഇടപെട്ട് അത്തരം ആളുകൾക്ക് പരിഹാരം ഉണ്ടാക്കി കൊടുക്കാനുമാണ് തീരുമാനം. അതിനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. താൽക്കാലിക റിപ്പയർ നടത്തി ഡൽഹിയിൽ നിന്നൊരു വിദഗ്ധ സംഘം വന്നൊരു പരിശോധന നടത്തിയിട്ടുണ്ട്. അവരുടെ റിപ്പോർട്ടൊക്കെ എടുത്ത് ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പരിഹാരം ഉണ്ടാക്കാൻ കാലതാമസം വരും. അപ്പോൾ ഈ മഴക്കാലം നമുക്ക് നഷ്ടപ്പെടും, അതൊരു ലോസായിട്ട് വരും. അത് പരിഹരിച്ച് താൽക്കാലിക റിപ്പയർ എന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അതിലെ ജനങ്ങൾക്കുണ്ടാകുന്ന പ്രയാസം പരിഹരിക്കാൻ വേണ്ടിയാണ് ജനപ്രതിനിധികളും നാട്ടുകാരും ഉൾപ്പെടെ ഇന്ന് ചർച്ച നടത്തിയത്. ആ തീരുമാനം അനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകും.